ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശരീരത്തിന്റെ 163 എപ്പിസോഡിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി പറയുന്നത് കുട്ടേട്ടെന്ന് സ്നേഹപൂർവ്വം എല്ലാവരും സായി ഡിവോട്ടീസ് മലയാളികൾ എല്ലാവരും വിളിക്കുന്ന TM കൃഷ്ണദാസ് ഏറാടി. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് വേണ്ടി പറയുന്നത്. കുട്ടേട്ടൻ ശരിക്കും മലയാളി സമൂഹം, പുട്ടപർത്തിയിലെ മലയാളി സമൂഹത്തിന്റെ കാരണവർ സ്ഥാനത്താണുള്ളത്. അദ്ദേഹം 60 വർഷം ഭഗവാന്റെ മുമ്പില് ഭജന പാടിയ അപൂർവ വ്യക്തിത്വമാണ്. ഭഗവാൻ വളരെ സ്നേഹത്തോടുകൂടി കുട്ടേട്ടൻ പാടിയിട്ടുള്ള പാടുകളൊക്കെ തന്നെയാണ് ഭഗവാൻ എടുത്തു വെച്ച് പാടുന്നത്. അത്രയ്ക്ക് സ്നേഹത്തോടുകൂടി ഭഗവാന്റെ ഭക്തനായ ഒരു ആളാണ് കുട്ടേട്ടൻ. മാത്രമല്ല ഭഗവാൻ സ്റ്റാൻഡിങ് അഡ്വൈസ് ആണ് തന്നിരുന്നത്. എപ്പ പുട്ടപർത്തി വന്നാലും മുൻവശത്തിരുന്ന് പാടിക്കോളണം. അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ വഴക്കും പറയുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ആദ്യകാലത്ത് ആകപ്പാടെ ഇവര് 4 പേര് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പാട്ട് പാടാൻ. പിന്നെയാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടേട്ടനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗീതയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ല കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗീത തുടങ്ങിക്കോളൂ കേട്ടോ. സൈറാം. ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. കുട്ടേട്ടന് വേണ്ടി ഞാനാണ് ഇന്ന് വായിക്കുന്നത്. ഒരു ചെറിയ പാരഗ്രാഫ് ഭഗവാന്റെ ഒരു മെസ്സേജ് വായിച്ചിട്ട് കുട്ടേട്ടനോട് അനുഭവങ്ങൾ പറയാനായിട്ട് പറയാം. നിങ്ങൾ ഈശ്വരനോടുള്ള കൃതജ്ഞത പ്രദർശിപ്പിക്കണം. സത്യസായി വാണി 21 ഭാഗത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. പ്രേമം നിത്യമാണ്. നിങ്ങൾ പ്രേമസ്വരൂപമാണ്. നിങ്ങൾ സത്യസ്വരൂപമാണ്. നിങ്ങൾ ഈശ്വര സ്വരൂപമാണ്. ഈ പരമസത്യം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം അതിലധിഷ്ഠിതമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രേമത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അർത്ഥവത്താക്കുവാനും ലോകത്തെക്കുറിച്ച് ഗ്രഹിക്കുവാനും ഉള്ള പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ വിദ്യ, സ്വഭാവം, പ്രവൃത്തികൾ, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം തന്നെ ഈശ്വരനുള്ള നൈവേദ്യമാണെന്ന് കരുതണം. ഇതാണ് ശരണാഗതിയുടെ യഥാർത്ഥ അർത്ഥം. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഈശ്വരന്റെ അറിയിപ്പുകളായി നിങ്ങൾ കരുതണം. ഈശ്വരന്റെ അസ്തിത്വം എന്ന യാഥാർത്ഥ്യത്തിൽ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ഈശ്വരൻ നിങ്ങളിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നിങ്ങൾ ഈശ്വരനോട് കൃതജ്ഞത പ്രകടിപ്പിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി ഈശ്വരൻ ഈ അന്തരീക്ഷത്തിൽ പ്രാണവായുവായ ഓക്സിജൻ നിറച്ചിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് സുഖത്തിനായിട്ട് കാറ്റ്, ഭക്ഷിക്കാൻ ഭക്ഷണം, സൂര്യപ്രകാശം, ഊർജം എല്ലാം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഈശ്വരന്റെ പ്രത്യക്ഷതയായി കാണുക. കൃതജ്ഞതയുള്ളവരായിരിക്കുക. ജയ സായിരാം. കുട്ടേട്ടൻ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. ഭഗവാനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എന്ത് നമ്മൾ പറയണതും
ഭഗവാൻ നമ്മളെ കൊണ്ട് തോന്നിച്ച് അത് ആ ഭഗവാൻ തോന്നിക്കുന്നത് നമ്മളെ കൊണ്ട് പറയാന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ആസ് എൻ ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയിൽ സംസാരിക്കുകയാണ്. എന്ത് തന്നെ പ്രവർത്തിക്കുമ്പോഴും എന്ത് തന്നെ മനസ്സിൽ വിചാരിക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ അവയർനെസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ഭഗവാൻ എപ്പോഴും ഞങ്ങൾക്ക് തരുടെ ഇന്റർവ്യൂകളിൽ പറയാറുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ മറക്കും. നമ്മള് പൂജാമുറിയിൽ ഇരിക്കുമ്പോഴും കൂടി പല സമയത്തും നമ്മുടെ വിചാരം വേറെ വല്ലതൊക്കെ ആയിരിക്കും. അത് പാടില്ല. അതപ്പോ എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് നമ്മൾ ഉണ്ടാവണം. ഭഗവാൻ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടെന്ന് സ്വാമി പറയും. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വരണം. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 1960 മുതൽക്കാണ് ഭഗവാന്റെ അടുത്ത് വരാൻ തുടങ്ങിയത്. പുട്ടപ്പർത്തിയിൽ 65 കൊല്ലായി ഈ 25ലേക്ക്. അപ്പൊ അനവധി ഉണ്ടാവും. നമുക്ക് ആ പരിമിതമായ ഇതിൽ എൻ്റെ 1-2 അനുഭവങ്ങൾ, പേഴ്സണലായിട്ട് ഉള്ള 1-2 അനുഭവം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ മുമ്പ് മദ്രാസിലായിരുന്നു. മദ്രാസിൽ റീജിയണൽ ഓഫീസിൽ എനിക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നു. ബെല്ലാരിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ബെല്ലാരി ഓഫീസിന്റെ ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടേക്ക് പോകണം 10 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ റീജിയണൽ മാനേജർ എന്നെ വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെയൊക്കെയാണ്, ബോംബെ നിന്നുള്ള ഓർഡറാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, 10 ദിവസത്തിനുള്ളിൽ ഞാൻ പുട്ടപ്പർത്തി പോയി സ്വാമിയുടെ അടുത്ത് അനുഗ്രഹം മേടിച്ച് അത് കഴിഞ്ഞ് നേരെ കോഴിക്കോട്ട് വന്ന് എൻ്റെ അച്ഛനെയും അമ്മേൻ്റെയും അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ നേരെ മദ്രാസിൽ വരാം, മദ്രാസിൽ നിന്ന് ബെല്ലാരിക്ക് പോവാം എന്നുള്ള നിലയിൽ. ശരി എന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേനെ ഇത് വന്നിട്ടുള്ള 73 ഈ സംഭവം നടക്കുന്നത്, 1973. അപ്പോ ഇവിടെ എത്തി, രാത്രി ആകുമ്പോഴാണ് എത്തിയത്. പിറ്റേ ദിവസം രാവിലെ ദർശനത്തിന് പോയിരുന്നു. സ്വാമി ഇങ്ങനെ നടന്നു വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ എപ്പോഴാ തിരിച്ചു പോണത് എന്ന് ചോദിച്ചു എന്നോട്. സാധാരണ എല്ലാവരും എപ്പോഴാ വന്നത്, സ്വാമി എന്നെ എപ്പോഴും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഈ വന്ന് പറഞ്ഞാൽ എപ്പോഴാ മടങ്ങി പോണത് എന്ന് ചോദിക്കില്ലല്ലോ. പക്ഷെ സ്വാമി ചോദിച്ചു എപ്പോഴാ മടങ്ങി പോണത്. ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് നാളെ തന്നെ മടങ്ങണം എന്ന് പറഞ്ഞു. നാളേക്ക് മടങ്ങിയെന്ന് ചോദിച്ചാൽ എന്നെ അടിക്കാൻ വെച്ചാൽ ആ ഒരു എന്താ പറയാ സ്നേഹഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു കൈകൊണ്ടുള്ളൊരു ആംഗ്യം. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, ഇല്ല സ്വാമി എപ്പോഴാ പറയണ വെച്ചാൽ അപ്പോഴേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണ് പതിവ് ഉണ്ടായിരുന്നത്. ഞങ്ങള് റിട്ടേൺ ടിക്കറ്റ് ഒന്നും ഒരു കാലത്ത് ബുക്ക് ചെയ്തിരുന്നില്ല. സ്വാമി പെർമിഷൻ തന്നാലേ മടങ്ങി പോകുള്ളൂ. വരവ് നമ്മൾ തീർച്ചപ്പെടുത്തും, ബുക്ക് ചെയ്യും. പോണത് ഇടയ്ക്ക് സ്വാമിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് അതൊരു മാൻഡേറ്ററി ആയിട്ടാണ് ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞ, സ്വാമി എന്ന് വേണ്ട, നാളെ പോയാൽ മതി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, അല്ലെങ്കിൽ ഇന്ന് തന്നെ പൊക്കോളൂ, അങ്ങനെ പറയും ശരിക്കും. അപ്പൊ മടങ്ങും. ടിക്കറ്റ് ഒക്കെ കിട്ടും, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ടിക്കറ്റ് കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ സ്വാമി ഒന്ന് ரொம்ப സന്തോഷം തന്നെ എന്നെ പാറ്റ് ചെയ്തു ചോളത്ത് 3 പ്രാവശ്യമായിട്ട്. ரொம்ப സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാ സ്വാമി പറഞ്ഞ ചപ്പലേ പോകുള്ളൂ എന്ന്. അങ്ങനെ പാറ്റ് ചെയ്തു. എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, അതിനുള്ള ഉത്തരം കൊടുത്തു. ഇത് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. എന്നോട് സ്വാമി ദർശനത്തിന് വരുമ്പോ അങ്ങനെ എന്നെ കണ്ടമാതിരി നടിക്കില്ല. അത് കഴിഞ്ഞ് ഭജനയ്ക്ക് പോയിട്ട് ഇരുന്ന് ഞാൻ പാടാൻ തുടങ്ങിയ സുഖമായിട്ട് സ്വാമി ആസ്വദിക്കും. അങ്ങനെ ഒരു 5-6 ദിവസം പോയപ്പോ അന്നൊന്നും ഈ മൊബൈൽ ഫോണും ഇല്ല. മറ്റേ ഫോണിനെ സാധാരണ ഫോണിൽ നമുക്ക് ആശ്രമത്തിന്റെ ഉള്ളില് ഒരു ഓഫീസ് ഉണ്ട്, ഈ ഫോൺ ചെയ്യാന്തക്കോണുള്ള ഒരു ഓഫീസ്. ജനറൽ പബ്ലിക്കിന് വന്നിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് കിട്ടണം. അതിടയ്ക്ക് മദ്രാസിലെ ബോസിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ
ബുക്ക് ചെയ്താൽ ഇടയ്ക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാലമായിരുന്നു ആ കാലത്ത്. ഇത് 73-ല്. അപ്പൊ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഞാൻ ടെലിഗ്രാം അടിക്കും, അൺഎക്സ്പെക്ടഡ്ലി ഡിലേഡ് എക്സ്പെക്ടിങ് സ്വാമീസ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വലുതും അയക്കും. നേരിട്ട് പറയും. ഒരു പ്രാവശ്യം സംസാരിക്കാൻ പറ്റി. ഇതാണ് കാര്യം, എനിക്ക് ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയും അദ്ദേഹം, ബോസ് പറയും. ഇത് കഴിഞ്ഞ് 9-ാം ദിവസം ഞാൻ കസ്തൂരിയുടെ അടുത്ത് പോയിട്ട്, അന്ന് കസ്തൂരി ആയിരുന്നു സെക്രട്ടറി, കസ്തൂരിയുടെ അടുത്ത് പറഞ്ഞു. 8-ാം ദിവസം 9-ാം ദിവസം എനിക്ക് നല്ല ഓർമ്മിക്കാം, പോയി പറഞ്ഞു, ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നിട്ടുള്ളത്. 10 ദിവസത്തിനുള്ളിൽ ഞാൻ ബെല്ലാരിയിൽ റിപ്പോർട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ബെല്ലാരിയിൽ താഴെ ഗോവയുടെ ഉള്ള ആള് നോർത്തിൽ എവിടെയോ എന്താണ് ചിലവരെ കൊച്ചി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലിങ്ങിൽ എനിക്ക് പോണ്ടതായിട്ട് വന്നതാണ് ബെല്ലാരിക്ക്. അതും ഹെഡായിട്ട് പ്രൊമോഷനായിട്ട് അവിടുത്തെ ബെല്ലാരി ഓഫീസ് ഹെഡായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ആങ്സൈറ്റി, അന്ന് വളരെ ചെറുപ്പമാണ് ഞാൻ, എന്താണ് ഒരു ഓഫീസ് ഹെഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയുള്ള മനസ്സിൽ പലതും ഉണ്ടായിരുന്നു. 10 ദിവസമാണ് സമയം തന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ അവിടെ എന്താ വെച്ചാൽ 10 ദിവസത്തിനുള്ളിൽ അയാൾ ഗോവയിലേക്ക് പോകും, ഗോവയിലത്തെ ആള് വേറെ ആൾ, അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് വല്ലാതെ മനസ്സിന് വിഷമമുണ്ടായിരുന്നു. 8-ാമത്തെ ദിവസം ഞാൻ പോയിട്ട് കസ്തൂരിനെ കണ്ടു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി, കംപ്ലീറ്റ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പിറ്റേ ദിവസം പോകേണ്ടതായിരുന്നു. പക്ഷെ സ്വാമി ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഇഷ്ടമായില്ല, നാളെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ സ്വാമി എപ്പോഴാണ് പോകണം എന്ന് പറയണം, അങ്ങനെ പറഞ്ഞു. കസ്തൂരി പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ തന്നെ പറഞ്ഞു സ്വാമി എപ്പോഴാ പോണത് വെച്ചാൽ അപ്പോഴാ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാനത് പോയിട്ട് സ്വാമിയുടെ അടുത്ത് ചോദിച്ചാൽ നിനക്കെന്താ ഇവിടെ ഇതില് മധ്യസ്ഥതൊക്കെ എന്താ ഉള്ളത് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് ഡോസ് കിട്ടും. അത് ഒന്നും വിചാരപ്പെടണ്ട, സ്വാമി എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും, നല്ലതായിരിക്കും കണ്ടിട്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പ്രൊമോഷൻ കിട്ടി ആ സമയത്ത് എനിക്ക് ജോണ്ടിസ് ഉള്ള സമയമായിരുന്നു. അപ്പോ ജോണ്ടിസ് ലിവറിന് കുറച്ച് നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഇഞ്ചക്ഷനും ചില മരുന്നുകളും സ്ട്രോങ് മെഡിസിൻസ് ഒക്കെ കഴിച്ചിരുന്നു. എണ്ണ തൊടാൻ പാടില്ല, അങ്ങനെ പലതും. അപ്പൊ ഞാൻ അന്ന് എൻ്റെ സിസ്റ്ററെ കൂടെയാണ് മദ്രാസിൽ താമസിച്ചിരുന്നത്. സിസ്റ്റർ നല്ലോണം നോക്കിയിട്ടൊക്കെ ആയിരുന്നു. ആ സമയത്താണ് എനിക്ക് വന്നിട്ടുള്ളത്, എന്താണ് ബെല്ലാരിക്കുള്ള ട്രാൻസ്ഫർ വന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വന്ന് ഈ 10 ദിവസം 8-ാം ദിവസം കസ്തൂരി പറഞ്ഞപ്പോ വളരെ എനിക്ക് വിഷമായി. കസ്തൂരി അങ്ങനെ പറഞ്ഞപ്പോ 12-ാം ദിവസം ഞാൻ സ്വാമി മിണ്ടിയില്ല. 12-ാം ദിവസം ഞാനൊരു എഴുത്ത് എഴുതിയിട്ട് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഞാൻ സ്വതവേ ഭഗവാന്റെ മുമ്പിൽ ഏത് ഫോട്ടോ വെക്കാന്ന് വെച്ചാൽ ആ ഫോട്ടോന്റെ മുമ്പിൽ എഴുതി വെച്ചു. എഴുതി വെച്ചതിൽ ഒരു 1 സെന്റൻസ്, പ്ലീസ് ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട് ഫ്രം പർത്തി എന്നാണ് ഞാൻ എഴുതിയത്. പ്ലീസ് ആസ്ക് മീ ടു ഗെറ്റ് ഔട്ട് ഫ്രം പർത്തി. എന്നുവെച്ചാൽ എന്റെ ജോലി വരെ പോയി എന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ്. ഇത്ര ഒരു ഇറസ്പോൺസിബിൾ ആണെന്നുള്ള ഓഫീസുകാർക്ക് ഇപ്പൊ ഇതൊന്നും അറിയില്ലല്ലോ എന്നാണ്. അത്രയും വിഷമായിട്ടാണ് ഞാൻ. ഇത് കഴിഞ്ഞ് ആ ലെറ്ററും കൊണ്ട് ഞാൻ ദർശനത്തിന് വന്നിരുന്നു രാവിലെ. എൻ്റെ അടുത്ത് അന്ന് വന്ന സമയത്ത് ഞാൻ വേഗം ലെറ്റർ കാണിച്ചു. ലെറ്റർ കൊടുത്തപ്പോ സ്വാമി എന്താ പറഞ്ഞു വെച്ചാൽ, പ്ലീസ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ഇന്റർവ്യൂ റൂം. അതാണ് പറഞ്ഞത്. ഇന്റർവ്യൂ റൂമിലേക്ക് അകത്തേക്ക് പോ. ഞാൻ പുറത്താക്കാൻ പറഞ്ഞതാണ്. സ്വാമി പറഞ്ഞത് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആകപ്പാടെ എന്തോ ഒരു നിധി കിട്ടിയമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അകത്ത് പോയി. അകത്ത് പോയിട്ട് സ്വാമി പലതും സംസാരിച്ചു. ഞാൻ വിചാരിച്ചതൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു പ്രൊമോഷന്റെ കാര്യം പോവാണ്, അതും കൂടി സ്വാമിയുടെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് വേറെ ചില പേഴ്സണൽ ആയിട്ടുള്ള പല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു സ്വാമി. അപ്പൊ എല്ലാം ആയപ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് ലിവറിന്റെ എന്ന് പറയുമ്പോഴേക്ക് സ്വാമി ചുപ്പ് എന്ന് പറഞ്ഞു. ഞാൻ പറയാം നിനക്കുള്ളതൊക്കെ എന്ന് പറഞ്ഞു. എന്തിനു പറയണു, എനിക്ക് ഇത് എങ്ങനെ തുടങ്ങി, ജോണ്ടിസ് ആയിട്ട് വന്നു, ആരെയാണ് ആദ്യം കാണിച്ചത്? ശരിക്കും പറയാച്ചാല് ഇന്നത്തെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഒരു രമണി എന്ന് പറഞ്ഞിട്ട് മദ്രാസിൽ ഒരാളുണ്ട്.
ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, ഇവിടെ വരാൻ ഇപ്പോഴുണ്ട്, ഇവിടെ അതിരുത്തരത്തിനൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ എൻ്റെ വളരെ ക്ലോസ് ആയിരുന്നു. ആ അച്ഛൻ സ്വാമിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്. എന്നും സ്വാമീനെ കാണണം, സ്വാമി വിളിക്കും, ഇടയ്ക്ക് ഒന്നരാടം വിളിക്കും, ഓരോരോ അസൈൻമെന്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അത്ര വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെയാണ് ഞാൻ അറിയിച്ചിരിക്കുക. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഈ യൂനിക്കം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എന്താണ് മദ്രാസ്, ആന്ധ്ര, പാർട്ട് ഓഫ് കേരള, അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആണ്. അപ്പൊ ഒരുവിധം എല്ലാ ഡോക്ടർമാരെയും മൂപ്പർക്ക് വളരെയധികം അടുത്ത പരിചയമുള്ള കാരണം ഞാൻ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ഒരു മകനായിട്ട് കാണാം. ഈ രമണിയും ഞാനും ഒരു പ്രായമാണ്. അദ്ദേഹം ഒന്നും പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോകാം, നല്ലൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ഇപ്പൊ നോക്കിയപ്പോ കുറച്ച് നല്ലോണം എന്താ പറയാ, ഒരു ഇഞ്ചക്ഷൻ വേണം, കുറച്ച് ചില മരുന്നുകൾ. ഇത് മുഴുവനെ സ്വാമി പറഞ്ഞു. രമണിയാണ് എന്നെ കൊണ്ടുപോയത്, അല്ല രമണിയുടെ അച്ഛൻ നാഗരാജൻ എന്ന പേര്, അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയത്. ഇന്ന ഡോക്ടറെ അടുത്താ കൊണ്ടുപോയത്, ഡോക്ടറെ പേര് പറഞ്ഞു, എനിക്കിപ്പോ ഓർമ്മയില്ല ആ ഡോക്ടറുടെ പേര്. എന്നിട്ട് ഇന്ന മരുന്നുകളാണ്, ഇന്ന ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് വളരെ, അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അന്ന് സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ മാത്രമേ ഉള്ളൂ. അത് അസൽ എരിവും അസൽ എണ്ണയാണ്. എന്ത് രണ്ടും കഴിക്കാൻ പാടില്ലയോ ഈ ജോണ്ടിസിന്, അത് രണ്ടുമാണ് ഞാൻ കഴിച്ചിരുന്നു 12 ദിവസമായിട്ട്. പക്ഷെ സ്വാമി അവിടുന്ന് അങ്ങനെ തന്നെ മെറ്റീരിയലൈസ് ചെയ്തു, വിഭൂതി മെറ്റീരിയലൈസ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ കോഴിക്കോട്ട് പോയി അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ച് മടങ്ങാന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കാൻ നോക്കിയപ്പോ സ്വാമി ഒന്നുമില്ല, പൂര സാപ്പിടുന്നു. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ വായിലേക്ക് എടുത്ത സമയത്ത് നോ മോർ ലിവർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. ലിവർ കംപ്ലൈന്റ് ഇനി ഉണ്ടാവില്ല. ഇപ്പൊ ഇന്ന് എനിക്ക് ഈ 73 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം, 51, 52 കൊല്ലായി. ഇപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിവർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. ആ സെക്കൻഡില് മുഴുവനെ മാറി എൻ്റെ എന്നുള്ളത്. പക്ഷെ എൻ്റെ പ്രൊമോഷന്റെ കാര്യമൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ സ്വാമി അതിലൊക്കെ അനുഗ്രഹിച്ചു. എന്താ പറയാ, സ്വാമിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ഒരു ഇത് അയ്യോ പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഒക്കെ ആലോചിച്ചത്. പക്ഷെ ഞാൻ അവിടെ പോയി തിരിച്ച് കോഴിക്കോട്ട് പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വിവരമൊക്കെ പറഞ്ഞു. വേറെ ചില അസൈൻമെന്റും സ്വാമി തന്നിരുന്നു, അതുമൊക്കെ ചെയ്യണം. അതിന് സ്വാമി ആ സമയത്ത് എന്നോട് പറഞ്ഞു, എന്താണ്, ഓണത്തിന് എല്ലാവരെയും കൂട്ടി വരൂ. ഇത് ഓണത്തിന്റെ മുമ്പേണ് നടന്നത്. ഓണത്തിന് അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കൂട്ടി വരൂ എന്ന് പറഞ്ഞു. വളരെ സന്തോഷം, അതിലേറെ സന്തോഷമായി. പക്ഷെ ഇന്റർവ്യൂ ഒന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഞാൻ ഇപ്പോ ബല്ലാരി പോയിട്ട് ജോയിൻ ചെയ്ത ഉടനെ 1 മാസമേ ഉള്ളൂ. എങ്ങനെയാ ഞാൻ ലീവ് ചോദിക്കുക? ആദ്യം അച്ഛനെ അമ്മയെ കോഴിക്കോട്ട് പോയിട്ട് അവരെ കാറിൽ കൊണ്ടുവന്ന് പുട്ടപർത്തിക്ക് വരണം, എൻ്റെ ബ്രദേഴ്സും ഹരിയും ശിവനൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ വിചാരിച്ചു, മനസ്സ് വിചാരിച്ചു. എന്തായാലും അവരെ കണ്ടിട്ട് ഞാൻ മദ്രാസിൽ വന്നു, പുറത്തിരുന്നു. എങ്ങനെ ഫേസ് ചെയ്യാൻ അറിയില്ല. 15 ദിവസമായി പോയിട്ട്. 10ാം ദിവസം ഞാൻ അവിടെ എത്തേണ്ട ആളാണ്. ഓഫീസിലുള്ള കൂട്ടരൊന്നും എന്നോട് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സൗഹൃദ സംഭാഷണമൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തോ വല്ല കുറ്റം ചെയ്ത മാതിരിയുള്ള ഒരു ആറ്റിറ്റ്യൂഡില് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ പറഞ്ഞു, യു ആർ സപ്പോസ് ടു ഗോ 5 days ബാക്ക്. ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഇനി യു റിപ്പോർട്ട് ഹിം എന്ന് പറഞ്ഞു. ശരി, ഞാൻ അവിടെ വലിയ ആള് വന്ന ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങനെ കഥകളൊക്കെ മുഴുവനെ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ഓക്കെ ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നുള്ള മാത്രം ആണ്. ശരി എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു. എനിക്കുള്ള റിലീവിങ് ലെറ്റർ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ തരുകയും ചെയ്തു, റിലീവിങ് ഓർഡർ തന്നു. പക്ഷെ അദ്ദേഹം എന്നോട് എപ്പോഴാ പോകേണ്ടത്, എന്നാ പോണത്, എന്തോ ഒന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. എന്താ പറയുക, എനിക്ക് ആ ഉള്ളിലൊരു കുറ്റബോധത്തോടു കൂടി ചോദിക്കാനും ഒരു വല്ലാത്തൊരു മടി, ഞാൻ എപ്പോഴാ പോകേണ്ടത് എന്നുള്ളത് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, ഞാൻ പോണില്ല. ഒരു ജോലിയില്ല. അവിടുന്ന് റിലീവ് ചെയ്തു. ആകപ്പാടെ ഉണ്ടായിരുന്ന 1-ാം തീയതി ശമ്പളം മേടിക്കുക എന്നുള്ളൊരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പറയാച്ചാൽ അത് മേടിച്ചു. പിന്നെയൊന്നും യാതൊരു ഇതുമില്ല. ഓണത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം അദ്ദേഹത്തിന് അകത്ത് പോയി കണ്ടു. അങ്ങനെ സ്വാമി ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ വേണ്ടത് ചോദിച്ചു. യു ക്യാൻ ഗോ, യു ക്യാൻ ടേക്ക് ദം ഹാപ്പിലി, യു ഗോ ആൻഡ് കം ഹോം. എനിക്ക് അത്യത്ഭുതം തോന്നി. അതുവരെ ഒന്നും മിണ്ടിയതുമില്ല. എന്നിട്ട് കൊണ്ടുപോയി കോഴിക്കോട്ട് വന്ന് അവരെയൊക്കെ കൊണ്ടുപോയി സുഖമായിട്ട് ഞങ്ങൾ 10 ദിവസം
അവിടെ സ്വാമി പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങി വന്നുള്ളൂ സ്വാമി പറഞ്ഞിട്ട്. ആ സമയത്ത് 2 പ്രാവശ്യം സ്വാമി അകത്തേക്ക് വിളിച്ച് ഞങ്ങളെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു, കുറെ സന്തോഷിപ്പിച്ചു. അപ്പോഴും എനിക്ക് ജോലിയുടെ ഒന്നും പറയാൻ പറ്റിയില്ല. ബിക്കോസ് ജോലി ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. ജോലി പോയിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. അവിടെ ഇരിക്കുന്നുണ്ട്. മടങ്ങി വന്നു, രണ്ടാമതും ഓഫീസിൽ വന്നു, ഒരു ഇതുമില്ല. അപ്പൊ സ്വാമി ഓണത്തിന്റെ സമയത്ത് സ്വാമി പറഞ്ഞു, എന്താണ്, മടങ്ങി പോണതിന്റെ മുമ്പേ രണ്ടാമത് വിളിച്ചപ്പോ സ്വാമി പറഞ്ഞു, എന്താണ്, ദസറയ്ക്ക് വരலையா എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. ദസറയ്ക്ക് ഞങ്ങൾ പണ്ട് പോയിരുന്നു, ദസറയ്ക്ക് ഇടയ്ക്ക് പോയിരുന്നു, നോട്ട് എവരി ദസറ, പക്ഷെ ഇടയ്ക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം സ്വാമി. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് സ്വാമി പറഞ്ഞു, ഇവനെ ഞാൻ ലാസ്റ്റ് മന്ത് ഞാൻ 2 ആഴ്ചക്ക് ഇവിടെ വെച്ചു എന്നൊക്കെ പറഞ്ഞു സ്വാമി. ശരി വരാൻ തോന്നുന്നു. മടങ്ങി വന്നിട്ട് ദസറയുടെ ഇതേയൊന്നും സംസാരിച്ചൊന്നുമില്ല, എപ്പോഴാ പോകേണ്ടതൊന്നും. ദസറയുടെ സമയമായപ്പോ എഗെയിൻ ഞാൻ അകത്ത് പോയി. സ്വാമിയുടെ ആ മിറാക്കിളാണ് ഞാൻ ആലോചിക്കുന്നത്. അകത്ത് പോയിട്ട് അപ്പൊക്കെ മദ്രാസ് തന്നെ ഇരിക്കുകയാണ്. എനിക്ക് വേണ്ട എന്താണ് ഭക്ഷണമൊക്കെ ശരിയായിട്ട് അപകടമൊന്നും ഇല്ലാതെ ഉള്ള ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്. സോ ഇറ്റ് വാസ് സ്ലോലി കമ്മിങ് ഡൗൺ ഓൾസോ. ദസറ സമയത്ത് പോയി പറഞ്ഞപ്പോ ശരി യു ക്യാൻ ടേക്ക് ഹിം എന്ന് പറഞ്ഞു. അങ്ങനെ ദസറയ്ക്ക് 10 ദിവസം അവിടെ പോയിട്ട് അച്ഛനമ്മയും കൂട്ടി അവിടെ പോയി. ദസറ കഴിഞ്ഞ് സ്വാമിയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോ ബർത്ത്ഡേക്ക് വരില്ലേ എന്ന് ചോദിച്ചു സ്വാമി. സ്വാമി തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. ബർത്ത്ഡേ പിറ്റേത്തെ മാസമാണേ, നവംബറില്. ദസറ ഒക്ടോബറിൽ കഴിഞ്ഞു, നവംബറില്. എന്തിനാ പറയണ അങ്ങനെ? നവംബറിലും ബോസിന്റെ അടുത്ത് പറഞ്ഞപ്പോ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, മടങ്ങി വന്നു. ഡിസംബറും കഴിഞ്ഞു, എന്താണ്, ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ശിവരാത്രിക്ക് ഏകയും ഞാൻ പറഞ്ഞു പോണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊന്നും എനിക്ക് ജോലിയില്ല. ഞാൻ എന്തെങ്കിലും വല്ല ഓഫീസിൽ ഇവർക്ക് സഹായിച്ചു കൊടുക്കുകയെ, അസിസ്റ്റന്റ് മാനേജർക്ക് വല്ല സഹായിച്ചു കൊടുക്കുക, അങ്ങനെ വല്ലതും എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ എനിക്ക് ജോലിയായിട്ട് യാതൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി ശമ്പളം മേടിക്കൽ, ഒന്നാം തീയതി ശമ്പളം മേടിക്കൽ ആയിരുന്നു എൻ്റെ ജോലി കാര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഏപ്രിൽ മാസം എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ബോസ് അകത്തേക്ക് വിളിച്ചു. ഇപ്പൊ ഒരുപാട് അനുഗ്രഹം മേടിച്ചു വന്നിരിക്കുന്നു. ഞാൻ എയർ ടിക്കറ്റ് അങ്ങോട്ട് തരാം. നിങ്ങളെ ബെല്ലാരിക്കല്ല, നിങ്ങൾ കൊച്ചിയിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ സ്ഥലത്ത് തന്നെ. സോ നിങ്ങളുടെ ബിസിനസ് ഒക്കെ കുറേ കൂടി നേരെയൊക്കെ നിങ്ങളുടെ സ്ഥലമാകുമ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം കൊച്ചിയിലത്തെ മാനേജറെ പിടിച്ചിട്ട് ബെല്ലാരിക്ക് മാറ്റി, എന്നിട്ട് എന്നെ പിടിച്ചിട്ട് കൊച്ചിക്ക്. അപ്പൊ ഇനി അത് അനുഗ്രഹം മേടിക്കലൊന്നുമില്ല, ഈ ടിക്കറ്റ് വെച്ചാൽ പെക്കോളൂ. തൽക്കാലം പെട്ടെന്ന് 2 ദിവസത്തിൽ പോകണം. പിന്നെ എന്താണ്, പെർമനന്റ് ആയിട്ട് പോകേണ്ടത്. അതുകൊണ്ട് അവിടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ വലിയ കഥയാണ്. എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ സ്വാമി പലതും നടന്നു. സമയമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അവിടെ പോയി കൊച്ചിയിൽ വന്ന് ജോയിൻ ചെയ്തു. യാതൊരു സൂക്കടും ഇല്ല. ഇതാണ് സ്വാമിയുടെ. നമ്മൾ പറയണം എന്ന് വിചാരിച്ചതൊന്നും പറയാൻ പറ്റിയില്ല. പറയാൻ പുറപ്പെട്ടപ്പോ സ്വാമി പറയണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ളൊരു ഭഗവാന്റെ അടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? നമുക്ക് എന്ത് വിചാരിക്കാം? നമ്മുടെ ഓരോരോ എന്തിനാണ് 5-6 മാസം അവിടെ എന്നെ യാതൊരു ജോലിയില്ലാതെ അവിടെ ഇരുത്തിയത് അതും അറിയില്ല. പിന്നെ നമ്മൾ തന്നെ വിചാരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തന്നെ കിട്ടി, കൊച്ചിയിലേക്ക് കിട്ടി. ഇതാണ് നമുക്ക് മിറാക്കിൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ജാസ്തി സമയം എടുത്തു, സോറി. അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇന്നിപ്പോ ഇങ്ങനൊരു അവസരം സ്വാമി എനിക്ക് തന്നു. ഈ ഒരു ഒരു എക്സ്പീരിയൻസ് പറയാനുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ ജാസ്തി എടുത്തു. വത്സരയോട് മാപ്പ് പറയണം. അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങൾക്കാണ് വിഷമം, കൂടുതൽ സമയം തരാൻ പറ്റുന്നില്ലല്ലോ എന്ന്. എപ്പോഴാണെങ്കിലും അതെ. ഇനി അനുഭവം പറയണം. ഇനിയിപ്പോ നമുക്ക് സ്വാമിയുടെ ഒരു
വീഡിയോ ഇടും. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുട്ടേട്ടൻ ഭജന പാടണം. ഓക്കെ ഓക്കെ ഓക്കെ. സൈറാം സൈറാം സൈറാം. God is beauty. Kanukane nature is beauty అయిపోయింది. God is beauty, therefore nature is beautiful. కనుక భగవంతుని యొక్క స్వరూపమే ఈ ప్రకృతి యందు ప్రతిబింబిస్తూ ఉంటుండాలి. Therefore God is personified in this nature, reflected. ఇట్టి ప్రకృతిని పరమాత్మని యొక్క అనుమతి లేకుండా పొందడానికి ప్రయత్నించటము, తద్వారా విఫలము కావటము, తద్వారా అనేక విధమైనటువంటి కష్టములకు, నష్టములకు, దుఃఖములకు గురి కావటము రామాయణం చక్కగా ప్రబోధిస్తూ వచ్చింది. Ramayana teaches very well this principle. Without God's permission, man attempts to investigate the nature. Therefore he faces failure and put to loss and suffering. భగవంతుడైన రాములను విస్మరించి ప్రకృతిని ఆరాధించి ప్రకృతి స్వరూపమైనటువంటి సీతను పొందడానికి ప్రయత్నించాడు. They have forgotten Rama, God himself, and they wanted to exercise control, authority over the nature, Sita herself. భగవంతుని సొత్తైనటువంటి ఈ యొక్క ప్రకృతిని ఎవడు వశం కావించుకోవడానికి సాధ్యమవుతుంది? Nature is God's property. Who can exercise ఇది control? కేవలం ప్రకృతిని వశం గావించుకోవటం అనేటువంటిది ఒక అజ్ఞాన విషయమైనటువంటి విషయం. To have a control is a matter of ignorance. ఇది వశం గావించుటకు ఎవ్వరికీ సాధ్యము కాదు. No one can have control over కడపటికి nature. రావణుని గతి ఏమైపోయింది? What happened to Ravana ultimately? తన కులమును, తమ సోదరులను, తమ పుత్రులను, తమ రాజ్యమును సర్వమును కూడాను భస్మం గావించుకున్నాడు. What happened to Ravana? He has ruined his kingdom. His brothers died, his sons died, his relations died. కనుకనే మొట్టమొదట ప్రకృతిని స్వాధీనం గావించుకోవడానికి పూర్వము భగవత్ అనుగ్రహాన్ని పాత్రుడు కావాలి. Therefore, we should receive God's grace first and then think of nature later. ഭജന പാടാം. ഓഡിയോ ഓണല്ല, ഓഡിയോ ഓണല്ല, ഓഡിയോ മ്യൂട്ടാണ്. ഇപ്പൊ കേൾക്കണ്ട? ശരിയായി. ഉണ്ട് കേൾക്കുന്നുണ്ട്. തുടങ്ങാം. തുടങ്ങിക്കോളൂ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ
ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം ഹരേ രാം രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശാന്തി ശാന്തി ശാന്തി. സായി ഉപമ. ജീവിതം ഒരു യുദ്ധഭൂമിയാണ്. കർത്തവ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലായ്പ്പോഴും പരസ്പരം പോരാടുന്ന ധർമ്മക്ഷേത്രമാണ് അത്. ആഗ്രഹങ്ങളും ദേഷ്യവും ക്രോധവുമാകുന്ന തീജ്വാലകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിനെ അണയ്ക്കുക. ഈ ശത്രുക്കൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് ഭീരുത്വമാണ്. വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ധൈര്യപൂർവം നേരിടുക. അത് നിങ്ങളെ ശക്തരാക്കും. ഭഗവാൻ സത്യസായി. ശാന്തിമന്ത്രം ചൊല്ലാം. ഗീത ഗീത സുഖിനോ ഭവന്തു സുഖിനോ ഭവന്തു സുഖിനോ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.